എന്തൊരു മൊഞ്ചി. ആമിനക്കുട്ടി വിഷമിക്കണ്ട, ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീത്തിന് ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീരിക്കും, നിനക്ക് വരാം. വേണ്ടേ? അതെ, നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാ സമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. പറഞ്ഞു സ്വന്തം വിഡിത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ അങ്ങനെ ആകെ കുഴപ്പമായിരിക്കും. നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനക്ക പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ വയ്ക്ക കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ. നാണല്ലോ ബാപ്പുട്ടി. എങ്ങക്ക് വേഷം കെട്ടാൻ വന്നാ വേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങനെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സന്നെ മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും. അവനെന്തിനാ എന്നോട് നന്ദി പറയുന്നത്? നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നു. കണ്ണുപൊട്ടിന് കാഴ്ച കിട്ടിയ പോലെ നമുക്കിപ്പോ എഴുതാനും വായിക്കാനും അറിയാം. കത്ത് എഴുതാനും കഴിയുന്നുണ്ട്. ആമിനെ ഒന്നും പഠിക്കണം. ഞാൻ പഠിപ്പിക്കും. പോട്ടെ മാഷെ. നിങ്ങൾ കിനാവ് കാണണ്ട. ഓളെ നിക്കാഹ് കഴിക്കാന്ന്. അസീസ് എന്താ ഇത്? നിങ്ങളുടെ നിക്കാഹ് നടക്കില്ല മാഷെ. നടന്നാല് കുന്നത്തങ്ങാടിന് ഞാൻ കെട്ടി തിന്നിച്ചാവും. അസീസ് പറയുന്ന കേൾക്ക്. വേണ്ട, ഓളോട് പറഞ്ഞേക്ക് എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്താണ് ഹൈദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടെന്ന് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഹൈദ്രോസിക്ക. ഹൈദ്രോസിക്ക ഇന്നലെ മുതൽ ഓൻ തിരിയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ്. ഓളെ പേരയിൽ കെട്ടിത്തൂക്കിക്കുന്നോണ്ട് കൂടിയന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്ക് നിങ്ങളോട് ചോദിച്ചോ? ഹൈദ്രോസിന് കേട്ടാ കുന്നത്തങ്ങാടി വറയ്ക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ ഇട്ട് വറപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച പറയിൽ ഈ അഴിവ് കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത്. അല്ലേ അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ നമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞ് തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ. ഇപ്പോൾ എന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ നമ്മള് പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം. അത് ഓനല്ല ആലോചിക്കണ്ടേ. അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസോളെ തല്ലി ചതച്ചോട്ട് കൊത്തി കൊന്നോട്ട് പഠിച്ചാൽ അതോ നിശ്ചയിച്ചെങ്കിൽ അത്
മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റിപ്പഴപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ. ആ ഊരെ തിരക്കാൻ നമ്മളെ കൊണ്ട് എന്നെ കഴിയോ? ബാപ്പട്ടിക്ക് മജീദിനും കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഈ ദേശത്തിന് കഴിയും, പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ. ബഷീറേ നിക്ക്, ഈ കുന്നത്തങ്ങാരി ചെന്ന് പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവള്ളി. ആ. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. നമ്മൾ ആരാണെന്ന് മനസ്സിലായതാ തോന്നണേ. മജീദേ കാണിച്ചോട്ടെ. ഉമ്മാന്റെ മുളപ്പാല് കുടിച്ച് വളർന്നവരാണെങ്കിൽ വേണ്ടക്ക ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റും നോക്കട്ടെ. കുന്നത്തങ്ങാരി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തി പിടിച്ച് വായിക്കേണ്ട പോലെ ഇതല്ല, അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട, ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. ചോദിച്ചാ പോലെ വേണ്ട, സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മൾ കണ്ടോടെ തനിക്ക് കേറായിക്കോട്ടോ. അഞ്ച് ഇനി സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ഞ ഒരു പാഠം നിന്റെ അസീസേ, അന്ന് ഞമ്മളെ എവിടെയൊക്കെ നോക്കിയത്. ദയ്യ എഴുത്ത് തരാൻ അന്ന് ഞമ്മളെ അന്വേഷിച്ചത്. ആമിനെ എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ, ഈ വായിച്ചോക്ക അസീസേ. എന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിൻ ഏതെന്ന് എഴുത്ത്. ഈ എഴുത്ത് കിട്ടുമ്പോ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എഴുത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പെണ്ണും പണവും ഒന്നുമല്ല, സ്നേഹമാണ് വലുത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു പെണ്ണല്ലേ. നിന്റെ കൂടെ വന്ന് ആമിനെന്ന് വിളിച്ച നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും എന്ന് ആമിന. കുണ്ടോട്ടിക്കാരിവിടെ പെരുത്തു വെച്ചില്ല, മനസ്സിലായോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു വാക്ക്, എല്ലാവർക്കും ചായയും കടിയും ഇന്ന് കുവൈറ്റ് കുഞ്ഞാലിന്റെ വകയാണ്. അടിച്ച് വേണ്ട. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ കഴിക്കും. എന്തെടുത്ത് പറഞ്ഞു? ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ കഴിക്കും. ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ ഒന്നുകൂടെ പറയും. ഞാൻ നിൽക്കാതെ കഴിക്കും.
ആൺകുട്ടി വേണ്ട, നിങ്ങളുടെ കത്തിയൊക്കെ മുറിച്ചുണ്ട് ആമനെന്റെ കത്തിന്. അങ്ങാടി കണ്ടു കാണില്ല. ഇല്ല മോളെ, പഠിച്ചും കാക്കും. ആമന, അഫീസ് എന്നെ പൊന്നുപോലെ നോക്കും. മാഷെ, പഠിച്ചാണ് നിങ്ങളെ കുന്നത്തങ്ങാടിയിലേക്ക് അയച്ചത്. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ കൂട്ടിലിട്ട് കിളിയെ പോലെ നമ്മളെ കൂടി കഴിയേണ്ടി വന്നേനെ. ഇന്ന് പേർക്ക് ഇഷ്ടമുള്ള ആളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോഴൊരു പെൺകുട്ടിക്ക് വേറെ എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ മാഷാണ്. എനിക്ക് നിങ്ങൾ പഠിച്ചോല. നല്ലത് വരട്ടെ, ആമിനിക്ക് നല്ലതേ വരൂ. ഞാൻ പോട്ടെ മാഷേ. ശരി അസീസേ. ആമിന,